നമസ്കാരം. ലൈവ് അറ്റ് 6 स्वागतम. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए, सबूत मांगने पर जवाब नहीं मिला। ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता। വോട്ടർ പട്ടിക വിവാദത്തെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതികളിൽ അന്വേഷണമില്ലെന്ന് കമ്മീഷണർ. ഭീഷണിക്ക് വഴങ്ങില്ല. പ്രചാരണം ഭരണഘടനാ അധിക്ഷേപമെന്നും വിമർശനം. 1 करोड़ वोटरों का फर्क था। जहां भी ये नए वोटर आए वहां पर बीजेपी का गठबंधन जीता. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്ന് കോൺഗ്രസ്. ആരോപണങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് അധികാര യാത്രയ്ക്ക് തുടക്കം. സിപിഎമ്മിനെ വെട്ടിലാക്കി പരാതി ചോർച്ചാ വിവാദം. ലണ്ടനിലെ വ്യവസായിക്കെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖയിൽ. എം വി ഗോവിന്ദന്റെ മകനെന്ന ആരോപണം. സത്യം പുറത്തുവരണമെന്ന് വി ഡി സതീശൻ. എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര്? ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു. പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9-ന്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഇന്ത്യ സഖ്യവും. ജമ്മുകശ്മീരിലെ കത്വയിൽ വീണ്ടും മേഘവിസ്ഫോടനം. 7 പേർ മരിച്ചു. മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട് ഷോക്കേറ്റ് വയോധികൻ മരിച്ച നിലയിൽ. വാളയാറിൽ ലോറിക്ക് പുറകിൽ കാർ ഇടിച്ചു കയറി 2 പേർ മരിച്ചു. കുറ്റിപ്പുറത്ത് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് വിവാഹ സംഘം. കുമളിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 4 പേർക്ക് ഗുരുതര പരിക്ക്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാഴിയേക്ക്. വിശദമായി നോക്കാം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്ക് എതിരെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം ഭരണഘടനയെ അധിക്ഷേപിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചാരണമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. ഭീഷണിക്ക് വശംവദരാകില്ല എന്നും കമ്മീഷൻ തുറന്നടിച്ചു. लोकसभा के चुनाव की प्रक्रिया में 1 करोड़ से भी अधिक कर्मचारी, 10 लाख से भी अधिक बूथ लेवल एजेंट्स, 20 लाख से भी अधिक प्रत्याशियों के पोलिंग एजेंट्स चुनाव के लिए कार्य करते हैं. इतने सारे लोगों के समक्ष इतनी पारदर्शी प्रक्रिया में क्या कोई भी मतदाता वोट की चोरी कर सकता है? कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए, सबूत मांगने पर जवाब नहीं मिला. ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട തരത്തിൽ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക നൽകാത്തത് സുപ്രീം കോടതി വിധി ഉള്ളതിനാലെന്ന് കമ്മീഷൻ. വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണിതെന്നും കമ്മീഷൻ പറഞ്ഞു. जहां तक कि मशीन रीडेबल मतदाता सूची का सवाल है, माननीय सुप्रीम कोर्ट 2019 में ही कह चुका है कि यह मतदाता की निजता का हनन हो सकता है. वोटर प्राइवेसी कैन बी ब्रीच्ड. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. क्या अपनी माताओं, बहुओं, बेटियों सहित
किसी भी मतदाता की सीसीटीवी वीडियो चुनाव आयोग को साझा करनी चाहिए क्या? ക്രമക്കേട് ചൂണ്ടിക്കാണിക്കാൻ ആദ്യം മുതൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 45 ദിവസം സമയമുണ്ടായിരുന്നു. കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ ഇപ്പോൾ വന്ന പരാതികളിൽ അന്വേഷണം ഇല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. तो जब रिटर्निंग ऑफिसर रिजल्ट डिक्लेयर कर देते उसके बाद भी कानून में प्राविधान है कि आप 45 डेज के अंदर आप उच्च न्यायालय जाकर एक चुनावी याचिका दायर कर सकते हैं और चुनाव को चैलेंज कर सकते हैं. जब ये प्रक्रिया 45 दिन समाप्त हो जाते हैं उसके बाद इस तरह के निराधार आरोप लगाना, चाहे वो केरल हो, चाहे वो कर्नाटक हो, चाहे वो बिहार हो, जब 45 दिन चुनाव के बाद पूर्ण हो चुके हैं और किसी भी दल को, किसी भी कैंडिडेट को कोई भी गलती नजर नहीं आई, तो आज इतने दिनों के बाद इस तरह के निराधार आरोप लगाना, उनका उद्देश्य क्या है, ये सारे मतदाता और देश की जनता पूरा समझती है. ബീഹാറിൽ പരാതി ഉന്നയിക്കാൻ സെപ്റ്റംബർ 1 വരെ സമയമുണ്ട്. അതിനുശേഷമാണ് പരാതി നൽകുന്നതെങ്കിൽ അത് ആരുടെ തെറ്റാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചു. फिर ये बात आई कि 7 करोड़ से ज्यादा बिहार के मतदाताओं तक क्या चुनाव आयोग पहुंच पाएगा? हकीकत आपके सामने है. जब 24 जून से ये कार्रवाई शुरू हुई तो ये पूरी प्रक्रिया लगभग 20 जुलाई तक ही समाप्त हो गई. फिर ये बात आई कि साहब जुलाई में क्यों? उस समय मौसम अच्छा नहीं होता. तो आपकी जानकारी के लिए मैं बताना चाहता हूं कि बिहार में इसके पहले भी 2003 में SIR हुआ था और उसकी तारीख थी 14 जुलाई से 14 अगस्त और तब भी सफलतापूर्वक हुआ था और इस बार भी सफलतापूर्वक सबके इन्यूमरेशन फॉर्म्स वापस आ गए. കൂടുതൽ വിവരങ്ങളുമായി മനു ഭർത്ത് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മനു, വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ എല്ലാ ആരോപണങ്ങളും പാടെ തള്ളിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അന്വേഷണത്തിന് പോലും അടിസ്ഥാനമില്ലാത്ത ആരോപണം എന്ന വിലയിരുത്തലിലേക്കാണ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്, അല്ലേ? തുടർച്ചയായി കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഒന്നില്ലെങ്കിൽ ഈ പരാതികളെ സംബന്ധിച്ചുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറയണം എന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇത് 16 ലക്ഷത്തോളം BLAമാരൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ സംഘമാണ് ഇത് തയ്യാറാക്കുന്നത്. 1 കോടിയിലധികം ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമായുണ്ട്. ഇത്തരം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹാരം കാണാനുമുള്ള എല്ലാ മാർഗങ്ങളും ഇതിൻ്റെ ആദ്യ ദിവസം മുതൽ ഉണ്ട്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അവിടെ BLAമാർ അത് സഹകരിക്കുന്നില്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരെ കാണാം, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് വരെ പരാതി നൽകാനുള്ള സാവകാശമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കി ഇതിനു ശേഷവും അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. അതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം 45 ദിവസം പിന്നെയും പരാതി നൽകാൻ സുപ്രീം കോടതിയിൽ അതിനെതിരെ കേസ് നടത്താൻ ഒക്കെ സാവകാശമുണ്ട്. പക്ഷേ അതിനൊന്നും മുതിരാതെ ഇത്രയും കാലത്തിന് ശേഷം ഒരു തെളിവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാതെ ഇത്തരം പരാതി ഉന്നയിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഭരണഘടനയോടുള്ള അധിക്ഷേപവുമാണ് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ആരോപണം അഴിച്ചുവിടുന്നു. ബീഹാറിൽ ഇപ്പോഴും സമയമുണ്ട് വോട്ടർ പട്ടികയിൽ പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ. അത് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്ന് ഉന്നയിക്കുകയാണെങ്കിൽ അത് ആരുടെ തെറ്റാണ് എന്ന് കമ്മീഷൻ ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും കോൺഗ്രസ് ഇതിൽ വളരെ നിരാശരാണ് എന്ന തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തും വന്നിരിക്കുന്നു. പക്ഷപാതപരമായ ഒരു പെരുമാറ്റമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായത്. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി നൽകിയില്ല എന്നാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതികരണവും വന്നിട്ടുള്ള കാര്യം. അതെ, തീർച്ചയായും മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലമോ അല്ലെങ്കിൽ ക്ഷമാപണമോ ആവശ്യപ്പെട്ടതിനെ വിമർശിച്ച് ഇപ്പോൾ കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം നൽകിയില്ലെന്ന്
കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറഞ്ഞു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടമായ പക്ഷപാതം കാണിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ട് ക്രമക്കേടും വോട്ടർ പട്ടിക പരിഷ്കരണവും ഉന്നയിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ സാസാമാറിൽ അതേസമയം തുടക്കമായി. BJP എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് അതിശയമാണെന്നും കള്ളവോട്ട് കൊണ്ടാണ് BJP ജയിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വീണ്ടും ആവർത്തിച്ചു. लोकसभा चुनाव के बाद इलेक्शन कमीशन ने महाराष्ट्र में जादू से 1 करोड़ नए वोटर पैदा कर दिए। लोकसभा में और विधानसभा में 1 करोड़ वोटरों का फर्क था। और भाइयों बहनों, जहां भी ये नए वोटर आए वहां पर बीजेपी का गठबंधन जीता। CPM-ൽ പരാതി ചോർച്ചാ വിവാദം. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതി മാനനഷ്ട കേസിൽ കോടതി രേഖയായി ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. ചെന്നൈയിൽ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് രാജേഷിനെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്താണ് കോടതി രേഖയായത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണ് കത്ത് ചോർത്തിയതെന്നാരോപിച്ച് ഷർഷാദ് CPM ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകി. ഷർഷാദിന്റെ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. CPM-ന്റെ UK ഘടകത്തിലെ നേതാവ് കൂടിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022-ലാണ് ഷർഷാദ് എന്ന വ്യവസായി പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും പരാതി നൽകിയത്. ഇത് പിന്നീട് അടുത്തിടെ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് കൃഷ്ണ നൽകിയ ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് ഉള്ള സത്യവാങ്മൂലത്തിൽ ഇതും ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണവും പരാതിയുമായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണ CPM-ന്റെ UK-യിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധിയായിരുന്നു. പക്ഷേ പ്രതിനിധി സമ്മേളനത്തിൽ തൊട്ട് തലേ ദിവസം ചേർന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ഈ സമ്മേളന പ്രതിനിധി പട്ടികയിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കി. അയാൾക്കെതിരെ UK ഘടകത്തിൽ നടക്കാൻ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ ഒഴിവാക്കിയത്. നേരത്തെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ഇയാൾ പങ്കെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു, പ്രതിയാകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് അയാളെ ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിനുശേഷമാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് രാജേഷ് കൃഷ്ണയെ ഇങ്ങനെ പാർട്ടി കോൺഗ്രസ് നിന്ന് ഒഴിവാക്കി. ആ വാർത്തയ്ക്കെതിരെയാണ് അയാൾ ഡൽഹി ഹൈക്കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത്. അതിന്റെ ഭാഗമായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് തനിക്കെതിരെ നേരത്തെ ഇത്തരം പരാതിയുണ്ട്, ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം സാധൂകരിക്കാനെന്ന വണ്ണം ഈ ഒരു പാർട്ടിക്ക് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തിയത്. അതായത് CPM-ന്റെ ഏറ്റവും ഉയർന്ന സമിതിക്ക് നൽകുന്ന പരാതി അതീവ രഹസ്യ സ്വഭാവമെന്ന പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് എതിർ കക്ഷിക്ക് തന്നെ ലഭിക്കുന്നു. അയാൾ തന്റെ ഭാഗം കോടതി ജയിക്കുന്നതിന് വേണ്ടി അയാളത് ഹർജിയുടെ ഭാഗമാക്കുന്നു. അത് പിന്നീട് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദം. അതിനു പിന്നാലെയാണ് ഈ കഴിഞ്ഞ 12-ാം തീയതി ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്കും ഒരു പരാതി കൂടി നൽകിയത്. പാർട്ടിയെ വിശ്വസിക്കാൻ നൽകിയ ഒരു പരാതിയാണ്. ആ പരാതി ഇவ்விധം ചോർന്ന് എതിർ കക്ഷികൾ ലഭിക്കുന്നു. അത് വലിയ ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് പാർട്ടിക്ക് നൽകിയ പരാതി ചോർന്നത്? അങ്ങനെ ഒരു സംശയം മാത്രം പറയുകയില്ല, അവിടെ ഒരു ആരോപണം കൂടി ഷർഷാദ് ഉന്നയിക്കുന്നുണ്ട്. അത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് വഴിയാണ് ഈ രേഖ ചോർന്നത്. ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയുമായി വലിയ ബന്ധമുണ്ട്. അതിന്റെ ഭാഗമായി ചോർത്തിക്കിട്ടിയ സംശയം കൂടി ഇദ്ദേഹം ഉന്നയിക്കുന്നതിൽ പാർട്ടി തല അന്വേഷണമാണ് ഷർഷാദ് ആവശ്യപ്പെടുന്നത്. ഷർഷാദ് 2022 കത്തിൽ തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും മന്ത്രിമാർക്കും എതിരെയുള്ള ആരോപണമാണ്. അത് പുറത്തു വന്നാൽ പാർട്ടിക്ക് അത് അവമതിപ്പുണ്ടാക്കും, അതുകൊണ്ട് നടപടി വേണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. അദ്ദേഹം നമ്മോട് സംസാരിച്ചപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. MV ഗോവിന്ദന്റെ മകൻ തന്നെയാണ് ഈ വാർത്ത പുറത്തു വരുന്നതിന് പിന്നിലെന്ന്. രാജേഷിന്റെ അഡ്വക്കേറ്റിന് രാജേഷ് കൊടുത്തു കാണും. എന്റെ ചോദ്യം അതല്ല, രാജേഷിന്റെ കയ്യിൽ ഈ പേഴ്സണൽ പരാതി എങ്ങനെ കിട്ടി? അത് നമ്മുടെ സെക്രട്ടറിയുടെ മകന്റെ കോണ്ടാക്ട് നോക്കിയാൽ മതിയല്ലോ, നമുക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയില്ലല്ലോ. രാജേഷിന്റെ ഭീഷണിയാണ് കാര്യങ്ങൾ, രാജേഷിന്റെ ഭീഷണി തന്നെയാണ് കാര്യങ്ങൾ. അപ്പം ഭീഷണിക്ക് മുമ്പിൽ ഈ ശ്യാംജിത്തിന് വഴങ്ങേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ എനിക്കറിയാം. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ആലോചിച്ചതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം ഉണ്ടാകുന്നത്. അദ്ദേഹം പാർട്ടിയിൽ സജീവമല്ലാതെ ആകുന്നത്. അതിനുശേഷം MV ഗോവിന്ദൻ വന്ന ശേഷം ഇയാൾ പാർട്ടിയിൽ കൂടുതൽ ശക്തനാവുകയാണ്. രാജേഷ് കൃഷ്ണ വലിയ പരാതി ഉണ്ടായിട്ട് പോലും MV ഗോവിന്ദനും മകനും ചേർന്ന് ഇയാളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം കൂടി ഇപ്പോൾ ഷർഷാദ് ഉന്നയിക്കുന്നുണ്ട്. PV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM-ലെ കത്ത് വിവാദത്തിൽ പ്രതികരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് CPM എന്ന് റിയാസ് കോഴിക്കോട് പറഞ്ഞു. അതിപ്പോ ഓരോ ദിവസം ഓരോന്ന് പോകുകയല്ലോ.
പുകച്ചിലിനിടയിൽ ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്ത് പുകച്ചിലും വന്നാലും എങ്ങനെ പുകച്ച് പുറത്തേ അടിക്കാൻ ശ്രമിച്ചാലും പാർട്ടി ശരിയായ നിലയിലാണ് മുന്നോട്ട് പോവുക. അതപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയും. CPM-ലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ സത്യം പുറത്തുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് ലഭിച്ച കത്ത് മറച്ചുവെച്ചു. റിവേഴ്സ് ഹവാല ഇടപാടാണ് നടന്നത്. CPM നേതാക്കളുടെ അക്കൗണ്ടിൽ പണമെത്തി. CPM-ന്റെ ആരും കാണാത്ത മുഖം പുറത്തുവരികയാണെന്നും VD സതീശൻ വിമർശിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് നേരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നതെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. വെറുതെ പണം കൊടുത്തെന്നല്ല, സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ആരോപണം. വിശദീകരണം നൽകാൻ സർക്കാരിനും CPM-നും ബാധ്യതയുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 7 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. 5 പേർക്ക് വെള്ളപ്പൊക്കത്തിലും 2 പേർക്ക് മണ്ണിടിച്ചിലുമാണ് ജീവൻ നഷ്ടമായത്. ജോത്ഘാട്ടി ഗ്രാമത്തിൽ ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇന്ന് രാവിലെയും മേഖലയിൽ മഴ തുടർന്നു. ജമ്മു പഠാൻകോട്ട് ദേശീയപാത തകർന്നതിനാൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കിഷ്ത്വാറിൽ 60 പേരുടെ മരണത്തിന് ഇടയാക്കിയ മിന്നൽ പ്രളയത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത അപകടം. പോലീസും SDRF സേനയും സംയുക്തമായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി മുതൽ കോഴിക്കോട് വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും നേരിയ മഴയ്ക്കോ ഒറ്റപ്പെട്ട മഴയ്ക്കോ സാധ്യതയുണ്ട്. കോഴിക്കോട് ഓടയിലെ വെള്ളത്തിൽ വീണ് ഷോക്കേറ്റ് വയോധികൻ മരിച്ച നിലയിൽ. മെഡിക്കൽ കോളേജിന് സമീപമാണ് അപകടം. വടകര മുതുവന പന്തൻകിണറ്റിൻകര വീട്ടിൽ കണ്ണനാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ IMGക്ക് സമീപം കാളാണ്ടി താഴെ വാടക വീട്ടിലായിരുന്നു താമസം. ഇന്ന് രാവിലെ നടക്കാനിറങ്ങി തിരിച്ചു വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് വാളയാറിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ കാർ ഇടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചെന്നൈ സ്വദേശികളായ മലർ, ലാവണ്യ എന്നിവരാണ് മരിച്ചത്. 2 കുട്ടികളടക്കം 7 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയായിരുന്നു ഇവർ. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഞ്ചിക്കോട് നിന്നും ഫയർഫോഴ്സും വാളയാറിൽ നിന്നും പോലീസും എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. കുറ്റിപ്പുറത്ത് വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ച സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. കോട്ടക്കലിൽ നിന്നും ചമ്രവട്ടത്തേക്ക് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. 50ഓളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 4 പേരുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും വളാഞ്ചേരി, കുറ്റിപ്പുറം എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ഒച്ചയിട്ട് ഇടിക്കണേ ഇടിച്ചാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. പെട്ടെന്നാണ്ട് വീണ്. അപ്പോൾ ഞങ്ങളെന്തെങ്കിലും ആ മേലത്തെ ഡോറ് തുറന്നാണ്ട് പെട്ടെന്ന് കയറി. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നാണ്ട് എല്ലാവരും പോയി. നിങ്ങൾ കല്യാണത്തിന് പോയിരുന്നോ അതോ കല്യാണ നിശ്ചയമായിരുന്നോ? എൻഗേജ്മെന്റ് പോയിരുന്നു. കല്യാണച്ചക്കൻ വണ്ടിയിലുണ്ടായിരുന്നോ? ഇല്ല, അവർ വേറെ വണ്ടിയില്ല. ഇടുക്കി കുമളിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശബരിമലയിൽ നിന്ന് വരികയായിരുന്ന തെലങ്കാന രജിസ്ട്രേഷനിലുള്ള കാറും കുമളിയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. തെലങ്കാന ദേവർകൊണ്ട സ്വദേശികളായ ആറാം ഭരത്, പ്രശാന്ത്, അരവിന്ദ്, കിഷോർ എന്നിവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീപ്പിലുണ്ടായിരുന്ന ബാലാജി എന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജീപ്പിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്ക് നിസാര പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിള ആശുപത്രിക്ക് മുൻവശത്താണ് സംഭവം. പട്ടാമ്പി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മഹീന്ദ്ര ഥാറിന് മുൻപിലാണ് മധ്യവയസ്കൻ പെട്ടത്. വളരെ പെട്ടെന്ന് കാർ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതിനാൽ അപകടം ഒഴിവായി. കറുകപ്പുത്തൂർ സ്വദേശി ഉത്തമനായിരുന്നു ഡ്രൈവർ.
കോഴിക്കോട് കൊടിയത്തൂരിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. PTMHS സ്കൂളിലേക്ക് SSLC സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് വിദ്യാർത്ഥികൾ എത്തിയത്. ഇവർ ഓടിച്ചിരുന്ന 4 ഇന്നോവയും ഒരു താർ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു മുക്കം പോലീസിന്റെ നടപടി. കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു ഓട്ടോ ഡ്രൈവർ ഷാഫി മരിച്ചത്. അമിത വേഗത്തിലെത്തിയ കാർ റോഡരികിൽ ഉണ്ടായിരുന്നവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായി BJP പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നു. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദയ്ക്കും NDA കക്ഷികൾ നേരത്തെ അധികാരം നൽകിയിരുന്നു. രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള യാത്രാ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഡൽഹിയിലെത്തി. ഇന്നലെ രാത്രിയാണ് ശുഭാംശു ഇന്ത്യയിലെത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ ശുഭാംശുവിനെ സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജന്മനാടായ ലക്നൌവിലേക്ക് ശുഭാംശു പോകും. വ്യാപാര കരാർ ചർച്ചകൾക്കായുള്ള US സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. ഈ മാസം 25-ന് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയാണ് മാറ്റിവെച്ചത്. പുതിയ തീയതി എന്നാകുമെന്ന് നിശ്ചയിച്ചിട്ടില്ല. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് വ്യാപാര കരാർ ചർച്ചകൾ മാറ്റിവച്ചത്. ഓഗസ്റ്റ് 25-നാണ് അമേരിക്കൻ പ്രതിനിധികൾ ന്യൂഡൽഹിയിലെത്താനിരുന്നത്. തുടർന്ന് 29 വരെ 6ാം ഘട്ട ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ചർച്ച റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര കരാർ അനിശ്ചിതത്വത്തിലായി. ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൌസിലെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ US വ്യാപാര കരാർ രൂപീകരിക്കാൻ ധാരണയായത്. ഇത് സംബന്ധിച്ച് 5 ഘട്ട ചർച്ചകൾ പൂർത്തിയായെങ്കിലും സമവായത്തിലെത്താനായില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കാത്തതാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. ഇന്ത്യയുടെ കാർഷിക, ക്ഷീര, മത്സ്യ മേഖലകൾ വ്യാപാര കരാറിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു USന്റെ പ്രധാന നിർദ്ദേശം. എന്നാൽ ഇതൊഴിച്ച് മറ്റെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നായിരുന്നു ഇന്ത്യൻ നിലപാട്. ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൃപ്തനായിരുന്നില്ല. ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ 25% തീരുവ ഈ മാസം 7 മുതലാണ് നിലവിൽ വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴയായി വീണ്ടും 25% തീരുവ കൂടി ചുമത്തിയിരുന്നു. ഇത് ഈ മാസം 27-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് വ്യാപാര കരാർ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായത്. അതേസമയം 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിൽ സ്വജനപക്ഷപാതം വ്യക്തമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതിയുടെ പരാമർശം ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയെ വഴിവിട്ട് സഹായിച്ച ആളാണ് ADGP അജിത് കുമാർ എന്നും സതീശൻ വിമർശിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. തോരൈക്കടവ് പാലം നിർമ്മാണത്തിലിരിക്കുമ്പോഴാണ് തകർന്നത്. പാലാരിവട്ടം പാലം നിർമ്മാണം പൂർത്തിയായ ശേഷവും ചെന്നിത്തലയുടെ സ്വന്തം നാടായ ആലപ്പുഴയിൽ തെറ്റായ നിർമ്മാണം നടത്തിയവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും റിയാസ് പറഞ്ഞു. BJP കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിൽ അതൃപ്തി അറിയിച്ച് KS രാധാകൃഷ്ണൻ. ധീവര സമുദായ അംഗങ്ങളെ പാർട്ടി അവഗണിക്കുന്നുവെന്ന് കോഴിക്കോട് നടന്ന യോഗത്തിൽ KS രാധാകൃഷ്ണൻ തുറന്നടിച്ചു. കേരളത്തിൽ BJP പച്ചപിടിച്ചത് തീരമേഖലകളിലാണെന്നും ധീവര സമുദായ അംഗങ്ങൾക്ക് BJPയിൽ വളർച്ചയില്ലെന്നുമായിരുന്നു മാറാട് ബലിദാനികളെ അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രസംഗം. കുമ്മനം രാജശേഖരൻ അടക്കം പങ്കെടുത്ത മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന നേതൃസമ്മേളനത്തിലായിരുന്നു KS രാധാകൃഷ്ണന്റെ വിമർശനം. BJP ഭാരവാഹി പട്ടിക സാമുദായിക സമവാക്യം തെറ്റിച്ചുവെന്ന വിമർശനം നിലനിൽക്കെയാണ് KS രാധാകൃഷ്ണൻ പരസ്യമായി രംഗത്ത് വന്നത്. BJP കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിൽ KS രാധാകൃഷ്ണന് അതൃപ്തി എന്ന ന്യൂസ് 18 വാർത്തയിൽ പ്രതികരിച്ച് K സുരേന്ദ്രൻ. വിമർശനത്തിൽ മറുപടി പറയേണ്ടത് പാർട്ടിയാണ്, തനിക്ക് അതൃപ്തിയില്ലെന്നും സന്തോഷവാനാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. സംഘപരിവാർ സംഘടനകളെ ഒഴിവാക്കി ഹിന്ദു സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ച് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20-ന് SNDP, NSS, മലയര സംഘം തുടങ്ങിയ ഹിന്ദു
സമുദായ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിന് എതിരെ പരസ്യ എതിർപ്പുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നു. ഭക്തരുടെ സംഗമമല്ല, നിക്ഷേപകരുടെ സംഗമമാണ് സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നായിരുന്നു VHP സംസ്ഥാന സെക്രട്ടറി അനിൽ വിളയിലിന്റെ വിമർശനം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,275 രൂപ, പവന് 74,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,670 രൂപ, പവന് 61,360 രൂപ. വെള്ളി ഗ്രാമിന് 125 രൂപ, കിലോഗ്രാമിന് 1,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു ലൈവ് at 6. ഇടവേളയ്ക്ക് ശേഷം കാണാം Q18.